കുംഭമേള സംഘടിപ്പിക്കുന്ന ജൂന അഖാഡ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആനന്ദവനം ഭാരതി എന്ന് പറയുന്നയാൾ മഹാമണ്ഡലേശ്വരായി വന്നിട്ടാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം പഴയൊരു SFIക്കാരനാണ്, കേരളവർമ്മ കോളേജിലെ SFIക്കാരനായിരുന്നു. പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സലിൽ എന്നായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു, മാതൃഭൂമിയുടെയൊക്കെ വേണ്ടി ജോലി ചെയ്തിരുന്നയാളാണ്. അത് കഴിഞ്ഞ് SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം 8 കേസുകളിൽ പ്രതിയായി, ജാമ്യമില്ലാത്ത കേസുകളിൽ പ്രതിയായപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയതാണ്. നാട് വിട്ടുപോയപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ആത്മീയ വഴിയിലേക്ക് പോവുക. ജാമ്യം എടുത്ത് പുറത്തു വന്നാൽ മതി, പക്ഷെ അദ്ദേഹം പോയത് ഇങ്ങനെ ജൂന അഖാഡയിലേക്കാണ്. ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ വിട്ട് നേരെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോയി. ഞാൻ അദ്ദേഹമുള്ളൊരു ഇൻ്റർവ്യൂ വിശദമായിട്ട് കാണുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ സന്യാസി പാരമ്പര്യത്തിനകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് വളരെ സായുധരായ സന്യാസിമാരുണ്ട്, അവരാണ് പഴയ സന്യാസി കലാപം നടത്തിയത്. അവരാണ് 10 ലക്ഷം പേര് സായുധമായ ആയുധ പരിശീലനം കിട്ടിയ സന്യാസിമാരുണ്ട്. അവരാണ് ബാബറി മസ്ജിദ് തകർത്തത്. അവരാണ് ഈ അഖാഡയുടെ, ജൂന അഖാഡ അടക്കം എല്ലാ അഖാഡകളുടെയും നേതൃത്വം വഹിക്കുന്നവരാണ്. അവരാണ് ഇങ്ങോട്ട് വരുന്നത്.